കോഴിക്കോട് തളി ശിവക്ഷേത്രത്തിലെ മഹാശിവരാത്രി ആഘോഷം പുരോഗമിക്കുകയാണ്. ക്ഷേത്രത്തിൽ നിന്നും ഗൂഗിൾ കെ വേണുഗോപാൽ ചേരുകയാണ്. ഗൂഗിൾ, തളി ക്ഷേത്രത്തിലും രാവിലെ മുതൽ തന്നെ വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടത്. ഇപ്പോഴും വലിയ തിരക്ക് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഒപ്പം ആഘോഷ പരിപാടികൾ, ചടങ്ങുകൾ ഇരുതരത്തിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സുരേഷ്, ഇന്ന് രാവിലെ മുതൽ തന്നെ തളി മഹാദേവ ക്ഷേത്രത്തിൽ വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. രാവിലെ 7 മണിയോടുകൂടി ആരംഭിച്ച ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കുമൊക്കെ ഏകദേശം പരിസമാപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 10:30 കൂടിയിട്ട് കോഴിക്കോട് തളി മഹാദേവ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി ആഘോഷങ്ങൾക്ക് പരിസമാപ്തിയാകും. ഇപ്പോൾ ക്ഷേത്രത്തിനകത്ത് അവസാനത്തെ ചടങ്ങായ വിളക്കെഴുന്നള്ളിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ വിവിധ പരിപാടികളോട് കൂടിയിട്ടും ആചാരാനുഷ്ഠാനങ്ങളോട് കൂടിയിട്ടുമായിരുന്നു തളി മഹാദേവ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി ആഘോഷം നടന്നുകൊണ്ടിരുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട 4 തളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കോഴിക്കോട് തളി ശിവക്ഷേത്രം. പരശുരാമൻ പൂജ ചെയ്തിരുന്നതായാണ് ഇവിടുത്തെ ഐതിഹ്യം. രാവിലെ 7-ന് പഞ്ചവാദ്യത്തോടു കൂടിയുള്ള കാഴ്ചശീവിയലോട് കൂടിയിട്ടാണ് ഇവിടുത്തെ ആഘോഷങ്ങൾക്ക് തുടക്കമായത്. തുടർന്ന് 108 കുടം അഭിഷേകം, വിശേഷാൽ ഉച്ചപൂജ, വൈകിട്ടോട് കൂടിയിട്ട് പ്രദോഷ പൂജ, ഇളനീർ അഭിഷേകം തുടങ്ങിയവ നടന്നു. അതിനുശേഷം ദീപാരാധനയും ചുറ്റുവിളക്കും ഉണ്ടായിരുന്നു. തുടർന്ന് മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരുടെ നേതൃത്വത്തിൽ മട്ടന്നൂർ ശ്രീകാന്ത്, മട്ടന്നൂർ ശ്രീരാജ് എന്നിവരുടെ ട്രിപ്പിൾ തായമ്പക അരങ്ങേറി. തുടർന്ന് പഞ്ചദ്രവ്യ അഭിഷേകമാണ് ക്ഷേത്രത്തിൽ നടന്നത്. ഇപ്പോൾ ക്ഷേത്രത്തിൽ ഈ മഹാശിവരാത്രിയോടനുബന്ധിച്ചുള്ള ഏറ്റവും അവസാനത്തെ ചടങ്ങായ വിളക്കെഴുന്നള്ളിപ്പ് നടക്കുകയാണ്. 10:30 കൂടിയിട്ട് കോഴിക്കോട് മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി ആഘോഷങ്ങൾക്ക് സമാപനമാകും. ഈ ശിവരാത്രിയോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള കലാപരിപാടികളും ഈ ക്ഷേത്രത്തിന്റെ ഭാഗത്ത് നടക്കുകയുണ്ടായിരുന്നു. പുറത്ത് പ്രത്യേകം ക്രമീകരിച്ചിരുന്ന സ്റ്റേജിൽ തിരുവാതിരയും കുച്ചുപ്പുടി തുടങ്ങിയ നൃത്യങ്ങളും ശിവരാത്രിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ മുതൽ വലിയ ഭക്തജന തിരക്കായിരുന്നു ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും പ്രാധാന്യവും ഒക്കെ മനസ്സിലാക്കിയിട്ട് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. സുരേഷ്.